എല്ലാവർക്കും നമസ്കാരം. ശിവപുരാണ പാരായണം 2-ാം ദിവസം. ഓം നമ ശിവായ. പ്രദോഷ മാഹാത്മ്യം. നൈമിശാരണ്യെ വസിച്ചരുളിയിടുന്ന മാമുനീന്ദ്രന്മാരരുൾ ചെയ്തു പിന്നെയും ചൊല്ലിന്നിയും സോദ മഹാമതേ മുല്ലബാണാരി മാഹാത്മ്യം മനോഹരം. സാധുപ്രദോഷോപവാസപ്രകാരങ്ങൾ ബോധിപ്പതിനാശപാരം നമുക്കിടോ. ശങ്കരാരാധനം കൊണ്ട് മഹാമോഹ സങ്കടം തീരുമെന്നല്ലോ പറഞ്ഞു നീ. ശങ്കയില്ലേതുമേ സാരം ശിവാർച്ചനം തൽക്കഥാവർണ്ണനാകർണൻ കർണനധ്യാനവും തൽക്കഥാവർണ്ണനം ആകർണനാധ്യാനവും. എങ്കിൽ നീ ചൊൽകടോ സംസാരമാകുന്ന വൻകടൽ പാരം കടന്നു വന്നിടുവാൻ ഓടമായുള്ളൊരു ഗൗരീശ പൂജനം കേടകന്നിടുവാൻ ഔഷധം സമ്മതം എന്നതു കേട്ടു മഹീപതി സുതനും വന്ദനം ചെയ്തു പറഞ്ഞു തുടങ്ങിനാൻ. കേട്ടരുളേണം പ്രദോഷ മാഹാത്മ്യങ്ങൾ കേട്ടാൽ അനുഷ്ഠിപ്പതിനും കഴിവരും. മന്ദപ്രദോഷം കറുത്ത പക്ഷം തന്നിൽ വന്നാൽ തുടങ്ങേണമെന്നീ മഹാവ്രതം. കൃത്യവാസസായ ദേവൻ പ്രദോഷേഷു നൃത്തമാടിയിടുന്നു കൈലാസപർവ്വതേ. ബ്രഹ്മനും വിഷ്ണുവും ചന്ദ്രനും ഇന്ദ്രനും ബ്രഹ്മാമുനികളും ദേവകദംബവും സർവദേവൗഖം പ്രദോഷവേലാവിധോ സർവശൈലേ വസിച്ചിടുന്നു സാദരം. ദാരിദ്ര്യനാശനം കീർത്തി സംവർദ്ധനം വൈരിവിധ്വംസനം സർവരോപാഭം ആയുഷ്യം ആരോഗ്യ ഭോഗ്യ ഭാഗ്യപ്രദം ദായാതപുത്രമിത്രാനന്ദവർദ്ധനം സംസാരഭഞ്ജനം സാധു സംരഞ്ജനം മംഗളാനന്ദം പ്രദോഷം മഹാപ്രദം. ദാരിദ്ര്യനാശനം കീർത്തി സംവർദ്ധനം വൈരിവിധ്വംസനം സർവരോഗാപഹം ആയുഷ്യം ആരോഗ്യ ഭോഗ്യ ഭാഗ്യപ്രദം ദായാതപുത്രമിത്രാനന്ദവർദ്ധനം സംസാരഭഞ്ജനം സാധു സംരഞ്ജനം മംഗളാനന്ദം പ്രദോഷം മഹാവ്രതം. അർച്ചനം ധ്യാനം പ്രദക്ഷിണം ദർപ്പണം തച്ചരണാംബുജേ പൂജനം വന്ദനം തൽക്കഥാവിസ്താരതൻ നാമകീർത്തനം തൽകൃപാമർത്ഥന സർവം മഹാവ്രതം. ദ്രവ്യത്തിനൊത്തതുപോലെ ശിവാർച്ചനം ദ്രവ്യമില്ലാത്തവൻ നോറ്റുകൊണ്ടാൽ മതി. വിത്തമില്ലാത്തവൻ കാലക്രമം കൊണ്ടു വിത്തേശതുല്യനാം ഈശ്വരാരാധനാൽ ഇല്ലവും ജല്ലവും വല്ലവും വർദ്ധിക്കുമില്ലൊരു സംശയം നോറ്റുകൊണ്ടാലുടൻ സന്ധ്യാപ്രഹംസനെ സാദരം സേവിച്ച് സന്ധ്യാവസാനെ ഭുജിച്ചുകൊള്ളിന്മുതാം. വിപ്രരേക്കാൾ കഴുകിപ്പിച്ച് പൂജിപ്പിച്ച് സുപ്രസാദം വരുത്തിയിടുകിലുത്തമം. ആത്മശുദ്ധിപ്രദം സാധു പ്രദോഷ മാഹാത്മ്യം പറഞ്ഞു ഞാൻ ബോധം വരുത്തുവൻ. അത്യന്തരമ്യേ വിദർഭ ഭൂമണ്ഡലെ സത്യരഥനാമജാതനായ നൃപൻ വിദ്വാൻ വിവേകി വിനീതൻ വിശുദ്ധിമാൻ വിദ്വേഷി ഭീഷണൻ വീരൻ വിശാംബതി കുണ്ടിനീനാഖ്യേ പുരേ ചാരുനാരി മണിമണ്ഡലേ ലീലാവിലാസേന മേവിനാൻ. സ്വാലന്റെ ആക്രമണം. അക്കാലമക്ഷോണിപാലന്റെ ശത്രുവാം വിക്രമി സ്വാൽഭൂപാലനും സേനയും ഒക്കവേ കൂടി പുറപ്പെട്ടടുത്തുടൻ ചൊൽക്കൊണ്ട കുണ്ടിനം രോധിച്ച് സത്വരം പോരിന് തട്ടി വിളിച്ചു തുടങ്ങിനാൻ. വീരനെന്നാകിൽ പുറപ്പെട്ടുകൊള്ളുകടോ. നാട്ടിൽ പ്രഭുത്വം നിനക്കില്ലെനിക്കിനി കാട്ടിത്തരാമെൻ്റെ പൗരുഷം സങ്കരേ. ഒട്ടും മടിക്കേണ്ട യുദ്ധത്തിനെത്തു നീ കൂട്ടം മുടിപ്പാനൊരുമ്പെട്ടു ഞങ്ങളും. യുദ്ധം വിളിക്കുന്ന സാൽവനോടപ്പോഴേ യുദ്ധത്തിനായി മുതിർന്നു വിദർഭനും. ആനപ്പടകളും തേരും കുതിരയും സേനാഭടന്മാരമാത്യവൃന്ദങ്ങളും നാനാപ്രകാരേണ ചെന്നെടുത്തിടിനാർ. നാനായുധങ്ങളും കൈക്കൊണ്ട രക്ഷണാൽ വൈദർഭ സൈന്യവും സ്വാലന്റെ സൈന്യവും വാദിച്ചു ഘോഷിച്ച് യുദ്ധം തുടങ്ങിനാർ. വില്ലും ശരങ്ങളും വാളും പരിചയും നല്ല കുന്തങ്ങളും വേലും ചുരികയും എല്ലാം എടുത്തു പ്രയോഗം തുടങ്ങിനാർ. സ്വാല വൈദർഭ സേനാഭടന്മാരുടൻ വെട്ടും തടകളും കൊട്ടും വിളികളും മുട്ടും മുറികളും നീട്ടും നിരകളും വാക്കും പലവിധം തിക്കും നിരക്കവേ ചാക്കും മുറി പല ദിക്കും പരന്നുടൻ. ആർക്കും ചിലർ ചെന്നു നേർക്കും ചിലരോട്
വീർക്കും ശരീരം വിയർക്കും ചിലർക്കുടൻ ആർക്കും തടുത്തുകൂടാതൊരു മല്ലരെ കോർക്കും ചെവിളമുന കൊണ്ടു ശങ്കരേ ഓർക്കും വിധവും ഭീമമായോധനം പാർക്കുന്ന ദേവകൾക്കെത്രയും അത്ഭുതം വൻചോല പോലെ ഒലിക്കുന്ന ചോരയിൽ അഞ്ചാതെ നിന്നു കളിക്കുന്ന കൂളികൾ തള്ളിയിട്ടിങ്ങനെ മുങ്ങിയും പൊങ്ങിയും മേളിച്ചു കൂടെ കളിച്ചു പുളച്ചിതു ഊറ്റത്തിലുള്ള ഒരു യുദ്ധകോലാഹലം ഏറ്റൊരു നേരം വിദർഭന്റെ സേനകൾ തോറ്റു തുടങ്ങി മടങ്ങിപ്പുറം വാങ്ങി മാറ്റാരടുത്ത് തകർത്തു തുടങ്ങിനാർ നെറ്റിക്കു നേരെ അണഞ്ഞു സ്വാൽവരും പറ്റിക്കളിച്ചാശുപെട്ടും തുടങ്ങിനാൻ ഒട്ടും മടങ്ങാതെ സത്യരഥനൃപൻ വെട്ടി മരിച്ചു സുരാലേ മേവിനൻ മന്നവൻ ആവത്തു വന്നൊരു നേരത്തു പിന്നൊക്കെ മൂടിത്തുടങ്ങി പടകളും സാൽവനും കൂട്ടവും പാഞ്ഞെടുത്തങ്ങനെ നല്ല കിടങ്ങും മതിലും തകർത്തുടൻ കുണ്ടിനം വെട്ടിപ്പിടിച്ചുകൊണ്ട് ആസ്ഥാന മണ്ഡപേ ചെന്നു തെളിഞ്ഞിരുന്നിടിനാർ വൈദർഭസേനകൾ ശേഷിച്ചതൊക്കവേ പേടിച്ചു കാനനം പുക്കുമേ വീടിനാർ സത്യരഥൻ തൻ്റെ ഭാര്യമാരൊക്കവേ ഭീത്യാ പുറപ്പെട്ടു കാട് പുക്കിയിടിനാർ പത്നിമാരിൽ ഒരു പത്നി പുറപ്പെട്ടു യത്നേന സാഗം കിഴക്കോട്ട് പണ്ടിനാൽ 10 മാസം തികഞ്ഞൊരു ഗർഭം വഹിച്ച് എത്രയും ഖേദേന രാത്രി കഴിച്ചുടൻ താനേ കരഞ്ഞും വിരഞ്ഞും പണിപ്പെട്ട് കാനനത്തൂടെ നടന്നു പോകും വിധവും താമരപ്പൊയ്കയും വല്ലീഗ്രഹങ്ങളും താമസം കൂടാതെ കണ്ടാൽ മനോഹരം സ്നാനവും ചെയ്തവൾ വേഗേന ഗൂഢമാസ്ഥാനെ വസിച്ചു പ്രഭാതകാലേ ശുഭേ എത്രയും നല്ലൊരു നേരത്തും മെല്ലവേ പുത്രനെ പെട്ടാൽ നരേന്ദ്രപത്നി തഥാ ദാഹം വിശപ്പും തളർച്ചയും വർദ്ധിച്ചു ദേഹസന്താപം സഹിക്കാഞ്ഞു സുന്ദരി വെള്ളം കുടിപ്പാനിറങ്ങി സരസിൽ ഉള്ളിൽ കിടക്കുന്ന ഘോരനക്രം തഥാ വായു വിളർന്നെടുത്തിയിടിനാൻ അന്നേരം തോയത്തിലമ്മാറു തട്ടിയിട്ടിടിനാൻ പുള്ളിമാൻ കണ്ണിയെ ഗ്രാസമാക്കിക്കൊണ്ടു വെള്ളത്തിൽ മുങ്ങി തിരിച്ചു മുതലയും വള്ളിക്കുടിലിൽ കിടക്കുന്ന ബാലൻ തള്ളിപ്പിടിച്ചു കരഞ്ഞു തുടങ്ങിനാൻ. ഓം നമഃ ശിവായ. എല്ലാവർക്കും ശിവഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.